മറ്റൊരു പരമ്പര നേട്ടത്തോടെ ലോകകപ്പ് ഒരുക്കം ഗംഭീരമാക്കാൻ ടീം ഇന്ത്യ. ആദ്യ രണ്ട് കളിയിൽ ആധികാരികമായി ജയിച്ച ഇന്ത്യ തന്നെ ഗുവാഹത്തിയിലും ഫേവറേറ്റുകൾ. നാഗ്പൂരിൽ 48 റൺസിനും റായ്പൂരിൽ 7 വിക്കറ്റിനുമായിരുന്നു നീലപ്പടയുടെ ജയം. ഇന്ത്യക്കെതിരെ ജയിക്കണമെങ്കിൽ 300 റൺസെങ്കിലും വേണമെന്ന് കിവീസ് നായകൻ മിച്ചൽ സ്റ്റന്നർ വെറുതെ പറയുന്നതല്ല. 8ാം നമ്പർ വരെ നീളുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിര തന്നെ കാരണം. കഴിഞ്ഞ കളിയിൽ ആദ്യ ബോളിൽ പുറത്തായെങ്കിലും കുട്ടി ക്രിക്കറ്റിലെ 1ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ തന്നെയാണ് കിവികളുടെ പ്രധാന തലവേദന. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും കൂടി ഫോമിലേക്ക് ഉയർന്നത് എതിരാളികൾക്ക് പിടിപ്പത് പണിയാകുന്നു. അതേസമയം മലയാളി താരം സഞ്ജു സാംസണാണ് ഇത് നിർണായക മത്സരം. ആദ്യ കളിയിൽ 10നും 2ാം മത്സരത്തിൽ 6നും പുറത്തായ സഞ്ജുവിന് ഇതിൽ കൂടി പരാജയപ്പെട്ടാൽ പ്ലേയിങ് 11ലെ സ്ഥാനം നഷ്ടമാകും. പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന സാഹചര്യത്തിൽ. കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം നൽകിയ ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തിയാൽ അർഷ്ദീപ് സിംഗിനായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക. അക്സർ പട്ടേൽ ഇല്ലാത്തതിനാൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഗൗതം ഗംഭീർ, ഹർഷിത് റാണയെ ഉൾപ്പെടുത്തുമെന്നതും ഈ സെലക്ഷന് പിന്നിലുണ്ട്. അതേസമയം പരമ്പര നഷ്ടമാവാതിരിക്കാൻ ന്യൂസിലാൻഡിന് ഇത് ജീവൻ മരണ പോരാട്ടം. ബൌളിംഗ് നിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാൽ പരമ്പരയുടെ ആവേശം അടുത്ത മത്സരങ്ങളിലേക്ക് നീട്ടാൻ കിവീസിനാകും.